ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്ത ദിവസം നമുക്ക് നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ കർത്ത ദിവസത്തിൽ ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം, ആണ്ടവരെ പുകഴ്ത്താം, അവരെ നമുക്ക് വണങ്ങാം. നമ്മൾ ഇന്ന് എപ്പിസോഡ് 140 താൻ വാസിക്കാൻ പോയി. എത്ര എപ്പിസോഡ് 140. ഇതിൽ എന്നാ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഇത് ഞാൻ നേരത്തെ ചൊല്ലിയാച്ച നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാസിക്കുന്ന വചനം അത് ഫിലിപ്പിയ ലേഖനം 4:6 ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വചനത്തിൻ്റെ പെരിയ അർത്ഥം നമുക്ക് പൊടിഞ്ഞിടും. അന്നേരം നമുക്ക് വചനത്തിൻ്റെ അർത്ഥം നമുക്ക് പൊടിയുമ്പോൾ നമുക്ക് എന്നാ பண்ணാൻ പറ്റും? നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ തക്കോണം ഇടയാകും. അതായത് നമ്മൾ പർപ്പസ് എന്ന വചനം നമ്മൾ എത്രയും പഠിക്കുന്നോ അത്രയും താൻ നമുക്ക് ആണ്ടവരോട് ആരുടെ പക്കത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റും. നമ്മൾ ഏത് ഭാഗം താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്? 4:6. ആ 4:6 നമ്മൾ വാസിക്കുന്നത്. 4:6 വാസിക്കുന്നതിന് മുമ്പ് 4:5 വാക്യം നമുക്ക് ഒന്ന് വാസിച്ചിടാം. അത് കഴിഞ്ഞിട്ട് 4:6 നമുക്ക് പോയിടാം. നമ്മൾ നേരത്തെ നമ്മൾ കേട്ടാച്ച് നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അതായത് നമ്മൾ എപ്പോഴുമേ ആണ്ടവരിൽ നമ്മൾ സന്തോഷം നമുക്ക് വരണം. അത് സന്തോഷിപ്പീൻ എന്ന് അത് നമ്മൾ പിന്നെയും ചൊല്ലുകയാണ്. നിങ്ങൾ സന്തോഷിപ്പീൻ. നിങ്ങൾക്ക് സന്തോഷിപ്പാൻ രമ്പ കാര്യങ്ങളിരിക്കെ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. അത് മാത്രമല്ല, അത് സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഗുണം എന്നാന്ന് ചൊല്ലിയാൽ നിങ്ങളിൽ സൗമ്യത സദൃശം അറിയട്ടെ. നിങ്ങളിലെ സൗമ്യത അല്ലെങ്കിൽ നിങ്ങളുടെ ഹംബിൾനെസ്, നിങ്ങളുടെ മീക്ക്നെസ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പൊടിയും. അതായത് നിൻ്റെ ആ ഹൃദയത്തിൻ്റെ ആ രീതി, നീ ആളോട് പേശുന്ന രീതി അല്ലെങ്കിൽ പേശുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സൗമ്യമായിട്ട് അല്ലെങ്കിൽ തമിഴിൽ ഞാൻ എന്നാ ചൊല്ലുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൊല്ലുന്നത് ഹംബിൾനെസ് അല്ലെങ്കിൽ മോഡറേഷൻ ബി നോൺ. മോഡറേഷൻ എന്ന് ഇങ്ങനെ ചൊല്ലിരിക്കുക. പക്ഷേ ഹംബിൾനെസ്, മീക്ക്നെസ് എന്ന എല്ലാമേ നമുക്ക് പഠിക്കാൻ പറ്റും. അത് അറിയട്ടെ. എന്തുകൊണ്ട് എപ്പടി കാരണം എന്താ നമ്മുടെ ഹംബിൾനെസ് നമുക്ക് പിരിയുവാൻ തക്കോണം? കാരണം എന്താ? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ആണ്ടവരായ യേശുക്രിസ്തു എത്രയും ശീഘ്രം വന്നിടും. അതിൻ്റെ കാരണം ഇങ്ങനെ നല്ലപോലെ ചൊല്ലിയിരിക്കും. നമ്മൾ കാരണം അവൻ വരുവാൻ സമയം അടുത്തിരിക്കെ, അതായത് ഇനിയും നമുക്ക് കാലം கிடைக்காது. ആണ്ടവർ ഏത് സമയത്തും ഇங்கே വന്നിടും. അന്നേരം ആണ്ടവരുടെ സ്നേഹം അല്ലെങ്കിൽ നമുക്ക് ആ സ്നേഹം നമുക്ക് എന്നാ പറ്റും? അത് നമ്മളിൽ കാണുവാൻ തക്കോണം ഇടയാക്കണം. അതായത് ആ സ്നേഹമില്ലാതെ നമുക്ക് ഹംബിൾനെസ് അല്ലെങ്കിൽ മീക്ക്നെസ് നമുക്ക് വരാൻ മുടിയാതെ, അല്ലെങ്കിൽ നമുക്ക് സൗമ്യത വരാൻ മുടിയാതെ, അല്ലെങ്കിൽ നമുക്ക് താഴ്മ നമുക്ക് വരാൻ മുടിയാതെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തി മറ്റുള്ളവരോട് രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ മുടിയാതെ. അതാണ് ഇങ്ങനെ ചൊല്ലുന്നത്. ഇനി 6-ാം വാക്യം നമ്മൾ വാസിച്ചിട്ട് അതിനെപ്പറ്റി നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ നോക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇങ്ങനെ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത് ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ കാര്യം എന്നാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അതായത് നിങ്ങൾക്ക് കവലപ്പെടേണ്ട കാര്യമില്ല ഒന്നിനെപ്പറ്റിയും. അതായത് ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ കവലപ്പെടണം. കാരണം നമുക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആണ്ടവരോട് നേസം ചെയ്യുമ്പോൾ, അവനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് യാതൊരു കവലയും കിടക്കുക. കാരണം എന്തുകൊണ്ട് കവലയില്ല? കാരണം ആണ്ടവർ ശീഘ്രം വരുമ്പോൾ നമ്മൾ എങ്കെയായിരിക്കും? ആണ്ടവരോടൊപ്പം. ആണ്ടവർ എന്തിനാ ശീഘ്രം വരുന്നത്? ആണ്ടവർ വരാനുള്ള കാരണം നമുക്ക് പൊടിയും. അതിന് കാരണം ഒന്നുമല്ല, നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ. അതായത് അവൻ എங்கே ഇരിക്കുന്നതോ അങ്ങേ നമ്മളെയും കൂട്ടിക്കൊണ്ടുപോകാൻ താൻ അവൻ ശീഘ്രം വരുക. അവൻ എത്രയും ശീഘ്രം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ പരദേശിയായി നമുക്ക് ഈ ലോകത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം കിടക്കുക?
ഈ ലോകത്തിൽ ഒരു കാര്യവും கிடைக்காது. നമ്മൾ എങ്കിരിക്കും സ്വർഗത്തിലിരിക്കും. അന്നേരം നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കുക, നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെപ്പറ്റി നിങ്ങൾ കവലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ദുഃഖങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, പട്ടിണി വന്നു, പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾക്ക് ഒന്നുമേ ആൾക്കാരെ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാതെ നിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുക, നിങ്ങളെ ത്രട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുക, ഈ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കവലപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് കവലപ്പെടേണ്ട കാര്യമില്ല? ആണ്ടവർ ശീഘ്രം വരുക. അതുകൊണ്ട് നമുക്ക് കവലപ്പെടേണ്ട കാര്യമില്ല. ഈ അപ്പോസ്തലനായ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടും, നിങ്ങൾ കവലപ്പെടേണ്ട കാര്യമേ കളിക്കാതെ. രണ്ടാമത്തെ കാര്യം, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. നമുക്ക് 3 കാര്യങ്ങൾ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും, നമുക്ക് എന്നാ പ്രോബ്ലം വന്നാലും, നമ്മുടെ ജീവിതത്തിൽ എന്നാ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എന്നാ பண்ணണം? പ്രാർത്ഥനയാൽ അല്ലെങ്കിൽ ജപത്താൽ താൻ അത് മാറിയിടും. അതായത് നിങ്ങൾക്ക് ജപം എന്ന് ചൊല്ലിയാൽ നമുക്ക് എന്നാ പൊടിയും? നമ്മൾ ആണ്ടോരോട് പേശുക. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം എന്നാ பண்ணണം? ആണ്ടോട് പേശണം, ആണ്ടോട് ചൊല്ലിടണം. അവൻ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കേൾക്കാൻ തക്കോണം അവൻ്റെ ചെവി നമുക്ക് വേണ്ടി ചായച്ചിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചൊല്ലുന്നത്, നിങ്ങൾ എല്ലാത്തിനാലും പ്രാർത്ഥനയാലും, അതായത് നിങ്ങൾ അതിനെപ്പറ്റി നമ്മൾ കവലപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പേശാൻ വേണ്ടി നിങ്ങൾക്ക് ആരുണ്ട്? ആണ്ടവരുണ്ട്. അത് പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ താൻ. അവൻ മസിയ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വാസിക്കുന്നത്, നമ്മൾ അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ യോഹന്നാൻ എന്നെ ചൊല്ലുന്നത്, ഞാൻ ഈ വചനം എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം എന്തുവാ? നിങ്ങൾ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ ചൊല്ലിയിരിക്കുക? അതിനാൽ നിങ്ങൾക്ക് എന്നെ കിട്ടണം, നിങ്ങൾ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം? അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അവൻ ദൈവത്തിൻ്റെ പുത്രൻ. മൂന്നാമത്തെ കാര്യം എന്താ നമ്മൾ பார்ക്കുന്നത്? അവൻ താൻ മസിഹ, അല്ലെങ്കിൽ അവൻ താൻ കർത്താവ്, അല്ലെങ്കിൽ അവൻ താൻ നമ്മളെ രക്ഷിക്കുന്ന ദൈവം, അല്ലെങ്കിൽ അവൻ നമ്മുടെ മസിഹയാണ്. നമുക്ക് വിടുതൽ തരുന്ന ദൈവം അവൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്തോ കിട്ടും? നമുക്ക് ജീവൻ കഴിക്കും. ഇപ്പം നമുക്ക് ജീവൻ കഴിച്ചവരായിട്ടാണ് നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ജീവൻ ലഭിച്ചവർക്ക് വേണ്ടി, അതായത് വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന ഈ എഴുത്ത് എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്? നമുക്ക് ജീവൻ കഴിച്ച. നമ്മൾ 1 യോഹന്നാൻ 4:13 നമ്മൾ എന്നാ വാസിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം, അനന്ത ജീവൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലാകാലങ്ങളുള്ള ജീവൻ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ കഴിയും. അതുകൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ കവലപ്പെടേണ്ട കാര്യമേ ഇല്ല. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടാതെ. രണ്ടാമത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥനയാൽ. കാരണം നമുക്ക് പേശാൻ വേണ്ടി നമുക്ക് ഒരാളുണ്ട്. അത് എന്നതാ? ജപത്താൽ നമ്മൾ ആണ്ടവരോട് പേശയണം. രണ്ടാമത്തെ അപേക്ഷയാൽ നമ്മൾ ജപം பண்ணுമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവൻ്റെ മുമ്പിൽ വെക്കുക. അവൻ്റെ മുമ്പിൽ നമ്മൾ വെച്ചിടുമ്പോൾ അവൻ നമ്മുടെ അപേക്ഷകളെല്ലാം കേൾക്കുന്ന ദൈവം താൻ. അവൻ നമ്മുടെ അപേക്ഷകൾ, അല്ലെങ്കിൽ നമ്മൾ എന്നാ ചൊല്ലുന്നത് അവ കേൾക്കും. അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും, അതായത് നിങ്ങൾക്ക് എന്നാ തേവയിരിക്കുമോ അത് ആണ്ടോർക്ക് സ്തോത്രം പണി നമ്മൾ എന്നാ பண்ணണം? ആണ്ടോട് പേശും. എപ്പടി സ്തോത്രം നമ്മൾ എപ്പോഴും പണ്ണത്? നമ്മൾ താങ്ക്സ് എപ്പോഴും എന്തെങ്കിലും നമുക്ക് കിടച്ചാൽ തന്നെ നമ്മൾ സ്തോത്രം ചൊല്ലും. അതായത് സ്തോത്രം എപ്പോൾ ചൊല്ലുന്നത്? ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ ചൊല്ലും? സ്തോത്രം. അല്ലെങ്കിൽ എന്നാ ചൊല്ലും? താങ്ക്സ് എന്ന് പറയും. ഇംഗ്ലീഷ് ചൊല്ലും താങ്ക്സ്. അതായത് നമ്മൾ എപ്പം നന്ദി എപ്പം ചൊല്ലിടും? നമുക്ക് கிடைக்கும். ഇങ്ങനെ ചൊല്ലും സ്തോത്രത്തോടെ കൊടുത്താൽ നമുക്ക് ഓൾറെഡി കിടച്ചാച്ച്.
இங்கே அப்போஸ்தலனாகிய பவுலோஸ் என்ன சொல்லுது, നിങ്ങൾ சொல்லிய കാര്യങ്ങൾ എല്ലാം ആണ്ടോട് നിങ്ങൾക്ക് തന്നാച്ച്, തരുമെന്നല്ല തന്നാച്ച്, നല്ലപോലെ പിടിഞ്ഞാണ് എന്നാ சொல்லுது, നിങ്ങൾ സ്തോത്രത്തോടെ, അതായത് നിങ്ങൾക്ക് കിടച്ചു എന്ന് നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തോടെ നിങ്ങൾ அப்படித்தான் ആണ്ടവരോട് നമ്മൾ சொல்லணும். അതായത് നമ്മൾ ചൊല്ലുന്നതിന് മുമ്പേ ആണ്ടവർക്ക് തിരിയും നമുക്ക് എന്ന தேவைப்படுമെന്ന് ആണ്ടവർക്ക് നല്ലപോലെ തിരിയും. അതുകൊണ്ട് നിങ്ങൾ കവലപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം നിങ്ങളുടെ മനസ്സുകളെ അറിയുന്ന ആണ്ടവർ താൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അപേക്ഷയും എല്ലാ ആവശ്യങ്ങളും അവന് തിരിയും. നമ്മൾ ചൊല്ലുന്നതിന് മുമ്പേ അവൻ തിരിയും. അത് തിരിയുക മാത്രമല്ല, അത് തന്നിരിക്കെ, അത് നൽകിയിരിക്കെ. അതുകൊണ്ട് നിങ്ങൾ എന്നാ பண்ணണം, നിങ്ങൾ സ്തോത്രത്തോടെ അവൻ്റെ പക്കത്തിൽ ചെല്ലണം. സ്തോത്രത്തോടുകൂടെ അത് ആണ്ടവരെ നിങ്ങൾ അവനെ ഇൻഫോം பண்ணுவா, നീ അവനോട് ചൊല്ലിടുക. അത്രേ വേണ്ടത്. നമുക്ക് ഇങ്ങനെ നമ്മൾ വാസിക്കുന്ന വചനത്തിൽ നമുക്ക് എന്താണ്, നമ്മൾ എപ്പോഴും കവലപ്പെട്ടേ ഇരിക്കും. അയ്യോ ഞാൻ എന്നാ ചെയ്യും, എൻ്റെ മക്കളെ കല്യാണം മുടിഞ്ഞില്ല, എൻ്റെ മക്കൾക്ക് ജോലി കിടച്ചില്ല, എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ എനിക്ക് ആഹാരം കിടക്കാതെ, അല്ലെങ്കിൽ ഞാൻ ജീവിക്കും, ഞാൻ എൻ്റെ കുടുംബത്തോട് ദൂരെയായിരിക്കെ, എനിക്ക് തിരിയാതെ ഞാൻ എന്നാ വേണം ചെയ്യേണ്ടത്, ഞാൻ എല്ലാമേ കവലതാൻ. ഇങ്ങനെ എൻ്റെ സൂപ്പർവൈസർ എനിക്ക് പ്രോബ്ലം തരുക, എനിക്ക് പ്രശ്നങ്ങൾ തരുക, അത് തന്നെയല്ല ലോകത്തിലെ മക്കൾ എനിക്ക് പ്രശ്നങ്ങൾ തരുക. നിങ്ങൾ ഇതൊന്നും കവലപ്പെടേണ്ട കാര്യമില്ല. ആണ്ടവർ ഇതെല്ലാം ഞങ്ങൾക്ക് നൽകിയിരിക്കെ, ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ നൽകിയിരിക്കെ. അതുകൊണ്ട് നിങ്ങൾ എന്നാ பண்ணണം, ആണ്ടവരോട് സ്തോത്രത്തോടെ നിങ്ങൾ പേശണം. നിങ്ങൾ അതായത് അതാണ് മുഖ്യമായ വിഷയം. നിങ്ങൾ ആണ്ടവരോട് നൽകിയെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അവനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ജപം, അവനോട് ജപിക്കുന്ന ജപം അവൻ കേട്ടിടും മറ്റുമല്ല അതിന് ഉത്തരം നൽകിയിടും. നല്ലപോലെ വിസാരിച്ചിരുന്നു. നിങ്ങൾ നല്ലപോലെ നമ്മൾ വിസാരിച്ചാലെങ്കിൽ നിങ്ങൾ ഗവനിച്ചിട്ട് എന്നാ, നിങ്ങൾ ചൊല്ലുന്ന കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലുന്നതിന് മുമ്പേ അവന് പിടിയും എന്ന് മാത്രമല്ല അവൻ നമുക്ക് നൽകിയിരിക്കെ. എത്ര വലിയ സന്തോഷം താൻ നമുക്ക് പാക്കത്, അവൻ നമുക്ക് നൽകിയിരിക്കെ. അതുകൊണ്ട് നമ്മൾ എന്നാ பண்ணണം, ആണ്ടവരോട് സ്തോത്രം ചൊല്ലണം. ഞാൻ സ്തോത്രം ചൊല്ലി നമുക്ക് ഓൾറെഡി നമുക്ക് കിടച്ചാച്ച്. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ആണ്ടവരോട് പേശുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ അവനോട് നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവനോട് പേശുമ്പോൾ അവൻ അത് കേൾക്കുക മാത്രമല്ല അതിന് ഉത്തരം നൽകിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് പണ്ണേണ്ട കാര്യമില്ല. അവൻ നൽകിക്കഴിഞ്ഞു. ഓൾറെഡി ഗീവൺ, ഇറ്റ് ഈസ് ഓൾറെഡി ഗീവൺ. അതായത് നിങ്ങൾക്ക് അതിനെപ്പറ്റി കവലപ്പെടേണ്ടതില്ല. ഇംഗ്ലീഷ്, ഇൻ എവറിത്തിങ് ബൈ പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ താങ്ക്സ് ഗിവിംഗ് യുവർ റിക്വസ്റ്റ് മേഡ് നോൺ ആൻഡ് ടു ഗോഡ്. നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ അറിയിച്ചതെല്ലാമേ ആണ്ടവർ ഞങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എൻ്റെ സമയം മുടിച്ചാച്ച് ആണ്ടവർ നിങ്ങൾക്ക് വചനത്താൽ നിങ്ങളെ ശക്തിപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.